മെസു എന്നുള്ള കമ്പനിയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മെസു 16S. ഈ ഒരു ഫോണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു ഫോണാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെസു 16S എന്നുള്ള ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള സ്മാർട്ട് ഫോൺ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മെസു 16Sന്റെ ഡിസ്പ്ലേ വരുന്നത് 6.2 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി ഈ ഒരു ഫോണിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മുകളിലും താഴെയും ചെറിയ ബെസൽസ് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് ഈ ഒരു ബെസലിന്റെ അവിടെയാണ്. പക്ഷേ ഈ ഒരു ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഫ്രണ്ട് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ബെസലിന്റെ അവിടെ തന്നെ ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഫിറ്റ് ആവുന്നുണ്ട്. പിന്നെ ബാക്ക് കവർ വരുന്നത് ഒരു ഗ്ലാസ് ബോഡിയുമായിട്ടാണ്. പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് മെസു 16S എന്നുള്ളത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതുമായ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബേസ് വേരിയന്റിൽ 6GB റാം ആണ് വരുന്നത്. 8GB റാമിന്റെ മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. 6GB റാമിന്റെ കൂടെ 128GB ഇന്റേണൽ ആണ് ലഭിക്കുന്നത്. 8GB റാമിന്റെ കൂടെ 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 256GB ഇന്റേണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്കൊരു 4D ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. ചില സീൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 48 മെഗാപിക്സലിന്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. ഇതിൽ നമുക്ക് OISന്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, അതായത് ഒപ്റ്റിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഇതുവഴി നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ വല്ലാതെ ഷെയ്ക്ക് ഇല്ലാത്ത വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ 20 മെഗാപിക്സലിന്റെ f2.6 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി ലഭിക്കുന്നുണ്ട്. ഈ ഒരു ലെൻസ് വെച്ചിട്ട് നമുക്ക് 3x ഒപ്റ്റിക്കൽ സൂം സാധ്യമാവുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു സിംഗിൾ സെൻസറാണ്. ഈ ഫോണിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. 3600 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ 24 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസ് ആയിട്ടില്ല, ഇപ്പോൾ ചൈനയിലാണ് റിലീസ് ആയിട്ടുള്ളത്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ വില വരുന്നത് ഏകദേശം 35,000 രൂപയാണ്. നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ ആണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അതും അത്യാവശ്യം തരക്കേടില്ലാത്ത 35,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ. അപ്പൊ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയായിരിക്കും മെസു 16S എന്നുള്ളത്.